മാലിദ്വീപ് പ്രസിഡന്റിന്റെ ക്രൂരത അവസാനിക്കുന്നില്ല. ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങളോടെ അധികാരമേറ്റ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു തുടർ പ്രകോപനങ്ങൾ സൃഷ്ടിച്ച് ഇന്ത്യയെ അലോസരപ്പെടുത്തുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഡോർണിയൽ വിമാനം ഉപയോഗിക്കുന്നതിന് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് മാലിദ്വീപ് സ്വദേശിയായ 14 വയസ്സുകാരൻ മരിച്ചെന്ന പരാതി ഉയർന്നിരിക്കുകയാണ്. പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച് ഇന്ത്യ നൽകിയ ഡോർണിയൽ വിമാനം മാലിദ്വീപിൽ എയർ ആംബുലൻസായി ഉപയോഗിക്കുന്നുണ്ട്. ഗാഫ് ആലിഫ് വില്ലിംഗിലെ വിദൂര ദ്വീപായ വിൽമങ്ടണിൽ താമസിക്കുന്ന 14 വയസ്സുകാരനാണ് മരണത്തിന് കീഴടങ്ങിയത്. ബ്രെയിൻ ട്യൂമർ ബാധിതനായ കുട്ടിക്ക് കഴിഞ്ഞ ബുധനാഴ്ച രാത്രി മസ്തിഷ്കാഘാതമുണ്ടായി. ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി മാലിദ്വീപ് തലസ്ഥാനമായ മാലയിലേക്ക് കൊണ്ടുപോകുന്നതിന് കുടുംബം എയർ ആംബുലൻസ് ആവശ്യപ്പെട്ടു. എന്നാൽ 16 മണിക്കൂറിന് ശേഷം വ്യാഴാഴ്ച രാവിലെ എയർ ആംബുലൻസിനുള്ള അനുമതി ലഭിച്ചത്. തുടർന്ന് കുട്ടിയെ മാലയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുട്ടിക്ക് മസ്തിഷ്കാഘാതം ഉണ്ടായ ഉടൻ തന്നെ മാലയിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ ഐലൻഡ് ഏവിയേഷനെ വിളിച്ചു. പക്ഷെ അവർ മറുപടി നൽകിയില്ല. വ്യാഴാഴ്ച രാവിലെ 8:30-ക്കാണ് അവർ ഫോൺ എടുക്കുന്നതെന്നാണ് കുട്ടിയുടെ പിതാവ് പറഞ്ഞത്. അപേക്ഷ ലഭിച്ചയുടൻ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നെന്നും അവസാന നിമിഷമുണ്ടായ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് കാലതാമസം ഉണ്ടായതെന്നും മെഡിക്കൽ ഇവാക്യുവേഷന്റെ ചുമതലയുള്ള അസന്ത കമ്പനി ലിമിറ്റഡ് അറിയിച്ചു. കുട്ടി മരിച്ചതിനെ തുടർന്ന് ആശുപത്രിക്ക് പുറത്ത് പ്രതിഷേധം നടന്നതായി മാലിദ്വീപിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തു. പ്രസിഡന്റിന്റെ ഇടപെടലിനെ തുടർന്നാണ് എയർ ആംബുലൻസിന് അനുമതി ലഭിക്കാതിരുന്നതെന്നും ആരോപണം ഉയർന്നിരുന്നു. ഇന്ത്യയോടുള്ള പ്രസിഡന്റിന്റെ വിരോധം തീർക്കാൻ ആളുകൾ അവരുടെ ജീവൻ പണയപ്പെടുത്തേണ്ടതില്ലെന്നും മാലിദ്വീപ് എംപി മിഗെയിൽ നസീം എക്സിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. ഇതോടെ വിഷയം മാലയിലെ രാഷ്ട്രീയ വിഷയമായി മാറുകയാണ്. ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായ സാഹചര്യത്തിൽ വലിയ പ്രാധാന്യം ഇതിനുണ്ട്. കഴിഞ്ഞ വർഷം നവംബറിൽ പ്രസിഡന്റ് മുഹമ്മദ് മുയിസു അധികാരമേറ്റതു മുതൽ ഇന്ത്യയുമായി മാലിദ്വീപ് അകൽച്ചയിലാണ്. കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ വിമർശിച്ചുള്ള മാലിദ്വീപ് എംപിമാരുടെ പോസ്റ്റിന് പിന്നാലെ ബന്ധം കൂടുതൽ വഷളാവുകയായിരുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.